നമ്മൾ നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങണം. നമുക്കിനി ഏകദേശം ഒരു 15 ദിവസമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ഇനിയൊരു 5 ദിവസങ്ങൾക്ക് ഉള്ളിൽ അവസാനത്തെ 10 ദിവസത്തിന് മുമ്പ് നല്ലൊരു കുമ്പസാരം നടത്തി ആ ലാസ്റ്റ് 10 days വലിയൊരു കൃപയിലും വിശുദ്ധിയിലും പ്രാർത്ഥന പൂർത്തിയാക്കാൻ ഉള്ള ഒരുക്കങ്ങൾ നടത്തണം. ഇനി ഒരു 5 ദിവസങ്ങൾക്കുള്ളിൽ ഒരു പൂർണ്ണ കുമ്പസാരം നടത്താൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ആ വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കാൻ ഉള്ള ഒരു കൃപ കിട്ടുന്നതിനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഇന്നത്തെ ഒരു ടാസ്ക്കായിട്ട് നിർദ്ദേശിക്കുന്നത് ഒരു കുരിശിൻ്റെ വഴി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ചൊല്ലുന്നത് നല്ലതാണ്. ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അല്പസമയം നമുക്കൊന്ന് ആ ദിവ്യകാരുണ്യത്തിൻ്റെ വില ധ്യാനിക്കാൻ, ഈശോയുടെ സഹനങ്ങളെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ആ ലാഘവബുദ്ധി നമുക്കുണ്ടാവാതിരിക്കാൻ, ആ പാപം നമ്മളിന്ന് മാറാൻ അത് സഹായിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, നീ കാണുന്നത് പോലെ നിൻ്റെ ശരീരത്തെ കാണാൻ എൻ്റെ ആന്തരിക കണ്ണുകൾ തുറന്നു തരണമേ. യേശുവേ, നീ കാണുന്നത് പോലെ എൻ്റെ ശരീരത്തെ കാണാൻ എൻ്റെ ആന്തരിക കണ്ണുകൾ തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.